അദ്ദേഹം എന്താ എന്റെ പേര് മാറ്റി പറഞ്ഞത്? ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കൂല. പുറമേന്ന് വന്ന ഒരാളാണെന്ന് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ഒന്നുകിൽ നിങ്ങളെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ വെടി വെച്ച് കൊല്ലും. ഈ അടുത്ത കാലത്ത് പൊന്തി വന്ന ഡോണാണ് മജീദ് ഖാൻ. മൂപ്പര കീഴിലാണ് നമ്മളെ തെരുവ്. നിങ്ങളോട് വന്ന് ചോദിച്ചില്ലേ മാർട്ടിൻ, അതുപോലെ അനവധി ദാതന്മാരുണ്ട് മൂപ്പര കീഴിൽ. എന്തും ചെയ്യാൻ മടിക്കൂല. ഈ ഇടയാണ് ആ മാർട്ടിനെ കൊല ചെയ്തത്. എന്നിട്ടും ഇറങ്ങി നടക്കുന്നത് കണ്ടില്ലേ? അല്ല, അത് പിന്നെ അവര് തമ്മിലുള്ളൊരു ഫൈറ്റ് ആണെന്ന് വിചാരിക്കാം. ആര് തമ്മില്? ഡോൺമാര് തമ്മില്. നിങ്ങൾ പേപ്പർ എടുത്തു നോക്കി. ഇവിടെ ബോംബെയിൽ 8ഉം 10ഉം കൊല നടക്കാത്ത ദിവസമില്ല. എന്താ കുറിച്ച നിങ്ങൾ പേടി ഒന്നുണ്ട്? ആ എന്നൊന്ന് മുറിച്ച് അടക്കി. അടിച്ച ആ എന്താണ് പിടിച്ച പാൻറ് കുത്തിക്കയറ്റി നല്ല ചൊങ്കൻ അയക്കുന്നല്ലോ. ഒരു ചായ, ഒരു പാക്ക് വിൽസ്, ഒരു തീപ്പെട്ടി ഒന്ന് വേണ്ടില്ല. ഇല്ലേ നിങ്ങളവിടെ തൊള്ളയും പൊളിച്ച് നിന്നാല് കൊണ്ടോണ ഗ്ലാസും കാണുന്ന കായും കിട്ടും. എങ്ങനെയുണ്ടോ അകത്ത്? ആരെ ഇടിക്കുന്നറിയോ? നമ്മൾ തിരിച്ചു വന്ന മാർച്ചിനാ. പിന്നെ തിരക്കില്ലായിരിക്കും. कल मुझे इससे ज्यादा कलेक्शन चाहिए, समझे? जी मैं चलता हूँ. മാർട്ടിനെതിരെ 3 റൗണ്ട് ഇവിടെ ഒരുത്തനും ഇടിച്ചു നിൽക്കൂല. അത് കണക്കാക്കി കെട്ടിയവരെ പൈസ മുഴുവൻ കമ്പനിക്ക് അടിച്ച്. നമ്മൾ 4ാമതാ കിട്ടിയത്. ഞമ്മക്ക് അറിയില്ല ഇവരെ ഒത്തുകളി. ഈ ഇടി കൊണ്ടാലും എന്താ കിട്ടുക? ഇങ്ങക്ക് ചായ വെച്ചാ കുഞ്ഞാലിക്ക് എന്താ തരിക? ഉറുപ്പിയക്ക് 10 പൈസയല്ലേ? ആ അത് തന്നെ. പിരിവിന്റെ 10-1 ആർക്ക് വേണമെങ്കിലും ഇടിക്കാം. എന്താ നമ്പൂരിച്ചെന്ന് ഇറങ്ങണമെന്നുണ്ടോ? ഏയ് ഞാനില്ല. വെറുതെ തടിയൊന്ന് കൊടുക്കാക്ക. അയ്യോ ഞാനില്ല. पैसा किधर है? अनिल भाई माफी चाहता हूँ, मैं बेचने के बाद दे दूंगा. अच्छा. ആരായാല്? ഞാൻ പറഞ്ഞില്ലേ, മജീദ് ഖാൻ ഡോൺ മൂപ്പര ദാതയാണ്. നമ്മൾ ഇവരെ കയ്യിൽ നിന്നാണ് ഈ സ്മഗളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. കുറച്ച് പൈസ കൊടുക്കാണ്ട് ബാക്കി അത് ചോദിച്ചതാ. गेट खोलो. बहुत अच्छे बेटे. എന്താ കൃഷ്ണൻ നായർ? സാബ്, അസിസ്റ്റന്റ് കമ്മീഷണർ ആൽബർട്ട് വന്നിട്ടുണ്ട്. വരട്ടെ. നിങ്ങൾ അകത്ത് പോകും.
जी साहब। Come in. असिस्टेंट कमिश्नर रॉबिन एल्बर्टो, आप तूतुकुड़ी के रहने वाले हैं ना? नरिया केल्वी पत्रिके उकारेंगे। आपने इतनी दूर आने की तकलीफ क्यों की? मुझे बुलवा लिया होता। खैर बताइए, मैं आपकी क्या सेवा कर सकता हूं? या अल्लाह, ये क्या है? किसकी डेड बॉडी है? என்ன இது? பரவாயில்லையே, தமிழ் கூட நல்லா தான் பேசுறீங்க. யார் இவன், எதுக்காக, எப்படி கொலை செய்யப்பட்டான்னு உங்களுக்கு தெரியாதா? How can I? Your people killed him because he's a man of your rival, Majid Khan. बेचारा, may his soul rest in peace. But you cannot make peace by gang war and these kind of killings. That's right. You better go and tell Majid Khan I am not a butcher like him. பின்ன எதுக்காக இத்தனை குண்டாக்கள் இங்க வச்சிருக்க? For my own protection. Can you give me total protection? नहीं, नहीं दे सकते ना? उसने मेरे भाई, मेरे चाचा, यहां तक कि मेरी बीवी को कत्ल किया। आपने आज तक क्या किया? सबूत के तौर पर ऐसी सैकड़ों तस्वीरें मैं आपको दिखा सकता हूं। கரீம் ஜி, நான் இங்க வந்தது உங்க போட்டோ பார்க்கிறதுக்காக இல்ல. அப்புறம் உங்களுக்கு என்ன வேணும்? எனக்கு உங்க ஆட்கள் மேல சந்தேகமா இருக்கு. இந்த கொலை சம்பந்தமா அவங்கள நான் क्वेश्चन பண்ணணும். கூப்பிடுங்க எல்லாரையும். Call all your people. नहीं अल्बर्टो साहब, ये मेरा घर है और बिना वारंट आप मेरे आदमियों को क्वेश्चन नहीं कर सकते। वारंट है आपके पास? करीम जी, If you have any evidence against me connected with this murder, you can take any action and arrest me. yes Mr. Karim Seth, I will come with enough evidence and a warrant. You can expect me soon. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണന്, ഞാൻ ഉണ്ടാക്കിയ പണം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കട്ടോ കവർന്ന് ആണെന്ന് എൻ്റെ അച്ഛൻ കരുതൂ. പട്ടിണി കിടന്ന് മരിച്ചാലും അത് വാങ്ങാൻ അദ്ദേഹം കൂട്ടാക്കില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ്റെ പേർ കായ്ക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനേ ഉള്ളൂവെങ്കിലും അതുകൊണ്ട് എനിക്കിവിടെ സമാധാനം കിട്ടും. എൻ്റെ പേര് പോലും അവിടെ പറയരുത്. ഈ കത്തും വിലാസവും എൻ്റെ വീട്ടുകാരെ പോലും അറിയിക്കരുത്. ദേവസ്വം ബോർഡിലെ യോഗ്യന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർക്കും എന്നോടുള്ള പക തനിക്കറിയാമല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സസ്നേഹം ദേവനാരായണൻ. ആർക്കാ എഴുത്ത്? വീട്ടിലേക്കാണോ? ആ, അമ്മയും പെങ്ങന്മാരെയൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന് കൂടി എഴുതണം. എനിക്ക് പോലും എൻ്റെ അന്വേഷണം അവരെ ഒന്ന് അറിയിക്കാൻ കഴിയില്ല മോളെ. मुसलमान है? इधर आ। अरे इधर आ। तो आले, तो तेरे गले में जनवा क्या कर रहा है? हाँ? तेरी नहीं भाई भाई छोड़ दो। अचानक में साले बुढ़े, तूने मुझसे झूठ कहा।
ये मुसलमान है? भाई साहब मुझे माफ कर दो। मार्टिन किसी को माफ नहीं करता, कभी नहीं। तूने मुझसे झूठ कहा, इसकी सजा तुझे भुगतनी होगी। अगर कल तक तूने मुझे 500 रुपए नहीं पहुंचाए तो मैं तुम्हारा इस गली में जीना मुश्किल कर दूंगा, समझे? ദയവ് വിചാരിച്ചൊരു മനുഷ്യൻ സഹായിച്ചുള്ള കൂലിയാണിത്. ബാബാ അതിന് ഇക്ക ഒന്നും ചെയ്തില്ലല്ലോ. ജിമുണ്ടരുത്, അറുത്താണ് ഞാൻ. ഇയാളെ ഇവിടെ പൊറപ്പിച്ചതിന് മാർട്ടിൻ ചോദിച്ച പൈസ എത്താന്ന് കേട്ടില്ലേ? നാളെ മോന്തിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ ഓൻ നമ്മളിവിടെ തച്ചറക്കും. കുഞ്ഞാലിക്ക, ഞാൻ എന്റെ മാല നിങ്ങൾ പറയുന്നത് നമ്മൾ കേക്കണ്ട. പടച്ചോനെ വിചാരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പണ്ടാറടക്കാൻ എന്റെ നാശത്തിനാണ് നിങ്ങളെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. രണ്ടോലെ ക്ലാസ് മോറി കിട്ടുന്ന കായോട്ട് കുടി വരുത്താൻ കഴിയാത്ത ഞമ്മക്ക് കൽപ്പിച്ച പേകായിട്ടില്ലേ? നമ്മൾ ആരോട് ചോദിക്കും? ഇങ്ങോട്ടുണ്ടോ എന്നാ കൊടുക്കി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി. ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് പണ്ട് നമ്മളെ ഭരതരാജ മുതലായവരുടെ അണ്ടറിലായിരുന്നു. ഇപ്പോ ഇത് നമ്മളെ മജീദ് ഖാന്റെ കയ്യിലാണ്. അല്ല, ഇതിപ്പോ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. നമ്മളെ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന റോക്കറ്റ് ഉണ്ടല്ലോ, അത് ഒറിജിനലും കിട്ടും, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റും കിട്ടും. അമ്മാരി സ്ഥലമാണ്. ആ കുത്തിരിക്കി, ആ നമ്പൂരിച്ച കൂത്തിരിക്കും. നമ്പൂരിച്ച അവിടെ ആ മാർട്ടിനും കൂട്ടരും ഉരുത്തം കെട്ടവരാ. പാവം, നമ്മൾ കുഞ്ഞാലിക്കൻ്റെ കാര്യം കഷ്ടമായിപ്പോയി. ഞാൻ മൂപ്പരൊന്ന് കണ്ടിട്ട് വരാം. ആ പിന്നെ നിങ്ങൾ എവിടെ പോവരുത്, നമ്മൾ വരുന്നവരെ ഇവിടെ തന്നെ കുത്തിരിക്കണം. ആ ദൈവം വന്നിരിക്കുന്നു. അച്ഛാ, അച്ഛാ, ഞാൻ നിരപരാധിയാണ്. അമ്പലത്തിലേതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആ അറുമുഖൻ എന്റെ പേരിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയാണ്. വേണ്ട, ഇനി ഒന്നും പറയണ്ട നീ. എനിക്ക് അവസാനമായി ഒന്നേ പറയാനുള്ളൂ, എന്റെ സ്വരം കെടുത്താൻ നീ ഇങ്ങോട്ട് വരണ്ട. അച്ഛാ, തുടരല്ലേ? എല്ലാരും കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലും തൊടാൻ ഇവനെ അനുവദിക്കരുത്. എന്റെ ശവചക്രയവൻ ചെയ്യണ്ട. ഇവൻ തൊട്ടാൽ ഒരിക്കലും മോക്ഷം കിട്ടാതെ എന്റെ ആത്മാവ് അറിയേണ്ടി വരും. അച്ഛൻ വേദന കൊണ്ട് പറഞ്ഞാവും, ഏട്ടൻ കാര്യമാക്കണ്ട. ഈ അഗ്നിയിൽ നിന്നാൽ ദഹിച്ചു പോവുകയുള്ളൂ ഞാൻ, കാരണം നിങ്ങളും. അത് വേണ്ട. ഊണൂലിട്ട നമ്പൂതിരിക്ക് ഈ ദേശത്ത് ആരും ജോലി തരില്ലമ്മേ. ഊരും പേരും അറിയാത്ത ഒരിടത്തേക്ക് ഞാൻ പോവും. പാത്രം മുറിയോ എച്ചിലെടുത്തോ ഞാൻ ജീവിക്കും. എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടണ്ട. എന്റെ അമ്മയെങ്കിലും വിശ്വസിക്കണം. ചെയ്യാത്ത കുറ്റത്തിനാണമ്മേ അവരെന്നെ ജയിലിലിട്ടത്. എനിക്കതിൽ ദുഃഖമില്ല. പക്ഷെ ഏട്ടൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ പെങ്ങന്മാരുടെ പെൺകുടം മുടങ്ങിയതിൽ എനിക്ക് സങ്കടമുണ്ട്. കരയരുത് താത്തക്കുട്ടി. എവിടെ പോയാലും ഏട്ടൻ ഒരു ദിവസം തിരിച്ചു വരും. ദരിദ്രനായിട്ടാവില്ലത്, കയ്യിൽ കാശോടെ. അതുവരെ നിങ്ങളെ സൂക്ഷിക്കുക.
നാളെ അശ്വതിയുടെ വിവാഹമാണല്ലേ? ജയിലിൽ വെച്ച് ഞാൻ അറിഞ്ഞു. യാത്ര പറയാനാ ഞാൻ വന്നത്. എന്നെ കുറ്റപ്പെടുത്തരുത് ദേവേട്ട. ആവുന്നത് ഞാൻ. എന്നോട് പൊറുക്കണം. എനിക്കെല്ലാം അറിയാം. എന്റെ അശ്വതിക്കുട്ടിക്ക് നല്ലത് വരട്ടെ. ദേവേട്ടൻ എവിടേക്കാ? എനിക്ക് തന്നെ അറിയില്ല. ഇത് ദേവേട്ടൻ വാങ്ങണം. അശ്വതി, എന്റെ ഓർമ്മയ്ക്ക് മറക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. അശ്വതി